നമസ്കാരം. നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ടോക്സിക് എന്ന യശ് ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്രയും വിമർശനങ്ങളും അതുപോലെ ട്രോളുകളും നടിയായ അല്ലെങ്കിൽ സംവിധായകയായ ഗീതു മോഹൻദാസിന് ഏൽക്കേണ്ടി വന്നത്. നിരവധി പേരാണ് ഈ വിമർശനം ഉന്നയിച്ചെത്തിയിരുന്നത്. ഇപ്പോഴിതാ ഗീതു മോഹൻദാസിനെതിരെ സംവിധായകൻ ശാന്തിവള ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ താരത്തിന് ആദർശം ഉള്ളുവെന്നും സ്വന്തം കാര്യം വരുമ്പോൾ അതെല്ലാം ബോധപൂർവം നടി മറയ്ക്കുകയാണെന്നും ശാന്തിവള കുറ്റപ്പെടുത്തുന്നു. ടോക്സിക്കിന്റെ ടീസറിൽ ഗീതുവിനെതിരെ ശാന്തിവള രൂക്ഷമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: പണത്തിനും മീതെ പരുന്തും പറക്കില്ല എന്നാണ് പറയാറ്. ആദർശവും പണവും തൂക്കി നോക്കിയാൽ പണത്തിന്റെ തട്ട് താഴെ എപ്പോഴും താഴ്ന്നിരിക്കും. ദിലീപിനെതിരെ ദിലീപുമായി മാനസിക അടുപ്പമില്ലാത്ത കുറച്ച് കൊച്ചമ്മമാർ രൂപീകരിച്ച ഒരു സംഘടനയാണല്ലോ ഈ തലയിൽ കണ്ണട വെച്ച സംഘടന. ഒരു കുന്തവുമില്ല, രജിസ്ട്രേഷനുമില്ല, സെക്രട്ടറി ഇല്ല, പ്രസിഡന്റുമില്ല, ട്രഷററുമില്ല, കമ്മിറ്റിയുമില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഒരു എംബ്ലം മാത്രമാണ്, തലയിൽ കണ്ണട. മുഖ്യമന്ത്രി സ്വന്തം പിള്ളയായി ഈ സംഘടനയെ കൊണ്ടു നടന്നു. അവരുടെ എന്താവശ്യവും നടപ്പിലാക്കാൻ കാത്തിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി, ഇന്റേണൽ കമ്മിറ്റി, ദിലീപിനെ അറസ്റ്റ് ചെയ്യൽ തുടങ്ങി ഇവറ്റകൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തു കൊടുത്തു. ഈ കൂട്ടങ്ങൾക്ക് ഒരു നിലപാട് ഇല്ലേയില്ല. വ്യക്തിപരമായി പകപോക്കലാണ് ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ പ്രധാന ജോലി. സമയാസമയങ്ങളിൽ ഈ കൂട്ടര് ആദർശമെടുത്ത് ഭരണത്ത് വയ്ക്കും. 48-58 പേരിൽ തുടങ്ങിയതാണ് ഈ സംഘടന. ഇപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ട് 5-6 പേരോ അതിലുള്ളൂ. ഇവർ തരാതരം പോലെ പറയും, തരാതരം പോലെ പെരുമാറും. കസബ എന്ന പോലീസ് കഥ പറഞ്ഞ നിതിൻ രഞ്ജി പണിക്കരുടെ സിനിമയിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വേഷമാണല്ലോ മമ്മൂട്ടി ചെയ്തത്. CA രാജൻ സക്കറിയ കീഴ് ഉദ്യോഗസ്ഥ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് സെൻസർ ബോർഡ് അംഗീകരിച്ചതുമാണ്. ന്യായമാണെന്ന് തോന്നിക്കൊണ്ടായിരിക്കുമല്ലോ ബോർഡ് അംഗീകരിച്ചത്. ഇതിൽ പിടിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ മമ്മൂട്ടിക്കെതിരെ എന്തൊക്കെയാണ് ഈ തലയിൽ കണ്ണട വെച്ച ആൾക്കാർ കൂവിയത്. സെൻസർ ബോർഡ് കണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരു സിനിമയെ പോലും ഇവർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൽ തിരക്കഥാകൃത്ത് എഴുതി വെച്ച സംവിധായകൻ എടുത്ത സീനിനെ പറ്റി പറയുന്നത് അതിൽ അഭിനയിച്ച അഭിനേതാവിനെ തള്ളക്കി വിളിച്ചുകൊണ്ടാണ്. ദോഷം പറയരുതല്ലോ. ഈ വ്യക്തിഹത്യയ്ക്ക് എന്റെ പിന്തുണയില്ല എന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ പറഞ്ഞ് മഞ്ജു വാര്യർ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ മഞ്ജുവിനെതിരെയും തിരിഞ്ഞു, മഞ്ജുവിനെയും വിളിച്ചു. അത്തരം ടീമിലെ ഒരാളാണ് ഇപ്പോൾ ഒരു പെണ്ണിനെ എത്രമാത്രം എക്സ്പോസ് ചെയ്യാമോ അതുക്കും മേലെ ചിത്രീകരിച്ച് റീലും പരസ്യവും ട്രെയിലറും ഒക്കെ ഇട്ട് രസിക്കുന്നത്. IMDbയുടെ ജനപ്രിയ സർവേയിൽ ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ആഴ്ച 1-ാം സ്ഥാനക്കാരിയാണ് ഈ കൂതറ സിനിമ. അല്ലെങ്കിൽ സ്ത്രീകളെ പരസ്യമായി എക്സ്പോസ് ചെയ്യുന്ന സിനിമയുടെ സംവിധായിക മലയാളിയായ ഗീതു മോഹൻദാസ്. അശ്ലീലത കലർന്ന ആക്ഷൻ യഥേഷ്ടമുള്ള ടീസർ മുൻനിരയിൽ എത്തിച്ച 12 പേരിൽ 1-ാം സ്ഥാനക്കാരി ഗീതുവാണ്. പ്രഭാസിനെ പോലെ, യാഷിനെ പോലെ, നയൻതാരയെ പോലെയുള്ളവരെ പിന്നിലാക്കിയിട്ടാണ് ഗീതു 1-ാമതെത്തിയതെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രഭാസ് 4-ാം സ്ഥാനത്തും നയൻതാര 22-ാം സ്ഥാനത്തുമാണുള്ളത്. ലോകത്തുള്ള 200 മില്യൺ ആളുകൾ ചേർന്നാണ് ഈ റാങ്കിംഗ് നടത്തുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. തലയിൽ കണ്ണട വെച്ചുകൊണ്ട് ഇരുന്നിട്ട് എന്ത് കാര്യം, റാങ്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണും ഗീതു. നമ്മുടെ ആദർശമൊക്കെ നമ്മൾ വല്ലവന്റെയും കാര്യങ്ങളിൽ പറയുമ്പോൾ മതി. ഞാൻ തുണിയും മണിയും ഇല്ലാതെ വയലൻസ് ഒക്കെ കുത്തിക്കയറ്റി സിനിമ എടുക്കും, വേണമെങ്കിൽ എന്നെ സംഘടനയിൽ നിർത്തിയാൽ മതി എന്നായിരിക്കും. ഇനിയിപ്പോൾ അവരുടേതാണോ അടുത്ത രാജി എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ശാന്തിവള ദിനേശിന്റെ വിമർശനം. അതേസമയം തന്നെ ഗീതു മോഹൻദാസിന്റെ ബിഗ് ബജറ്റ് ചിത്രമായ ടോക്സിക്കിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. സിനിമയിലെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് പ്രസംഗിച്ചയാൾ തന്നെ തന്റെ ചിത്രത്തിൽ നായകന്റെ മെയിൻ ഈഗോയെ ഉയർത്തിക്കാട്ടുകയും സ്ത്രീയെ ഉപഭോഗ വസ്തുവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരു കൂട്ടർ വിമർശിക്കുന്നത്. ഗീതുവിനെ പിന്തുണച്ചും എതിർത്തും ചർച്ചകൾ കൊഴുക്കുമ്പോൾ നടി പാർവതി തിരുവോത്തിന്റെ മൗനവും ശ്രദ്ധ നേടിയിരുന്നു. ടോക്സിക് സിനിമയുടെ ആദ്യ പ്രൊമോ വന്നപ്പോൾ തന്നെ ഗീതുവിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത താരമാണ് പാർവതി. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങളോട് താരം പ്രതികരിച്ചിട്ടുമില്ല. കസബ സിനിമയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ മുൻപ് പൊതുവേദിയിൽ സംസാരിക്കാൻ പാർവതി തിരുവോത്തിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ഗീതു. സിനിമയുടെ പേര് പറയാൻ തയ്യാറാകാതിരുന്ന പാർവതിയോട് സെയ്റ്റ് എന്ന് പറഞ്ഞ ഗീതു പ്രോത്സാഹിപ്പിച്ചു. ഈ വിവാദത്തിന് ശേഷം പാർവതിക്ക് തന്റെ കരിയറിൽ നേരിടേണ്ടി വന്നത് കടുത്ത തിരിച്ചടിയായിരുന്നു. നിരവധി അവസരങ്ങൾ അവർക്ക് നഷ്ടമായി. മാത്രമല്ല കടുത്ത സൈബർ ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ഇത്തരത്തിൽ പാർവതിയെ ബലി കൊടുത്തിട്ട് സ്വന്തം സിനിമ വന്നപ്പോൾ ഇതെല്ലാം ഗീതു സൗകര്യപൂർവ്വം മറന്നിരിക്കുകയാണെന്നാണ് നടിക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം. അതേസമയം തന്നെ ടോക്സിക് പ്രൊമോയ്ക്ക് ശേഷം ഗീതുവും പാർവതിയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും റിമ കല്ലിങ്കൽ, മഞ്ജു വാര്യർ എന്നിവർ ഗീതു മോഹൻദാസിന്റെ പിന്തുണയുമായി എത്തിയിരുന്നു. ഇരുവരും സിനിമയിലെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറിയായി പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ സ്ത്രീകളുടെ സമ്മതവും കൺസെന്റും മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞങ്ങൾ ചിൽ ചെയ്യുന്നു എന്ന വാക്കുകളാണ് റിമ പങ്കിട്ടത്. ഗീതുവിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് റിമ പോസ്റ്റ് ഇട്ടത്.
പോസ്റ്റിന് മഞ്ജു വാര്യരും ലൈക്ക് അടിച്ചിട്ടുണ്ട്. റിമയോടും മഞ്ജുവിനോടും ഉള്ള അടുപ്പം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാർവതി ഇപ്പോഴത്തെ വിവാദത്തിൽ മൗനം പുലർത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആദർശങ്ങളിൽ വെള്ളം ചേർക്കില്ലെന്ന് ഉറച്ച നിലപാടായിരിക്കും പാർവതിയുടെ ഇപ്പോഴത്തെ മൗനത്തിന് പിന്നിലെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ടോക്സിക് സിനിമയിലെ രംഗം എങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകുന്നതെന്ന ചോദ്യവും ഗീതുവിനെ പിന്തുണയ്ക്കുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകില്ലെന്നും സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങളെയല്ല മുൻപ് ഈ താരങ്ങൾ എതിർത്തതെന്നും ഇവർ പറയുന്നു. കസബയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തോട് മോശമായി പെരുമാറുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ടോക്സിക്കിലെ 2 മിനിറ്റ് വീഡിയോ കണ്ട് സിനിമയെ മൊത്തത്തിൽ വിലയിരുത്തുന്നതിന് പകരം സിനിമ കണ്ടതിനു ശേഷം അതിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടെങ്കിൽ ഗീതുവരെ വിമർശിക്കുമെന്നും ഇവർ പറയുന്നു. ടീസർ വന്നതിന് പിന്നാലെ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി. അതിനു പിന്നാലെ ഇതിന് മറുപടി എന്നോണം ഒരു ചിത്രം പങ്കുവെച്ച് ഗീതു മോഹൻദാസും എത്തി. നടി റിമ കല്ലിങ്കൽ പങ്കുവെച്ചൊരു റീലിന്റെ സ്ക്രീൻഷോട്ടാണ് ഗീതു പോസ്റ്റ് ചെയ്തത്. സ്ത്രീകളുടെ സന്തോഷത്തെയും കൺസെന്റിനെയും കുറിച്ച് നാട്ടുകാരൊക്കെ തല പുകഞ്ഞ് ആലോചിക്കട്ടെ. അവർ എങ്ങനെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നു എന്നും അവർ ആലോചിക്കട്ടെ. ഞങ്ങൾ ഇവിടെ ചിൽ ചെയ്യുന്നു എന്നാണ് സ്ക്രീൻഷോട്ടിലെ എഴുത്ത്. സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ് ഈ ഇൻട്രോ വീഡിയോ. എന്തായാലും ഇപ്പോൾ കാറിനുള്ളിൽ വെച്ചുള്ള സെക്സ് രംഗത്തിലൂടെയാണ് യഷിനെ അവതരിപ്പിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഗീതു മോഹൻദാസിനെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നു. ഗീതു മോഹൻദാസിൽ നിന്ന് ഈ ഒരു ഐറ്റം തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഭൂരിഭാഗം കമന്റും. വാക്കൊരുമാതിരി പ്രവൃത്തി വേറെ മാതിരി. കസബ സിനിമ ഇറങ്ങിയപ്പോൾ ഇവളുമാർ ഉണ്ടാക്കിയ വിവാദം ചെറുതൊന്നുമല്ല. സെറ്റ് ഐറ്റംസ് ഒക്കെ എവിടാണോ എന്തോ. സ്ത്രീത്വത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ സ്ത്രീകളെ അപമാനിച്ചെന്ന് പറഞ്ഞ് ഇവളും ഇവളുടെ കൊച്ചമ്മമാരും അലമുറയിട്ട് നടന്നിരുന്നു. ഇപ്പോൾ അതിർത്തി കടന്നപ്പോൾ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നായകന്റെ എൻട്രിക്ക് വേണ്ടി ഒരു സ്ത്രീയെ ഈ രൂപത്തിലാക്കിയപ്പോൾ ഇവൾക്ക് പ്രശ്നമില്ല. വൃത്തികേട്. എന്നാലും എൻ്റെ ഗീതു ചേച്ചി ഇതെന്തുവാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഇനി WCCയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഗീതു ചേച്ചിക്ക് പകരം വങ്കയാണോ ഇനി സംവിധാനം ചെയ്തത്? ഒരു ഗാങ്സ്റ്ററിന്റെ എല്ലാ ലെയറും കാണിക്കാൻ ആണ് ഞാൻ നോക്കിയതെന്ന് ന്യായീകരണവുമായി വരാൻ സാധ്യതയുണ്ട്. സ്ത്രീ ശരീരം വിൽപ്പനച്ചരക്കല്ല. ഫെമിനിസം വളരട്ടെ. ടോക്സിക് അപ്ഡേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. അക്ക പറഞ്ഞ ശരിയാണെന്ന് പറയാൻ എന്നൊക്കെയാണ് ഗീതു മോഹൻദാസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിറയുന്ന നിരവധി കമന്റുകൾ.